കേരളസ് ഫേവറേറ്റ് ഫിലിം ആക്ടിന്റെ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ എല്ലാവരും തെരഞ്ഞെടുത്ത 8 നടന്മാരെ കുറിച്ചുള്ള എപ്പിസോഡുകളാണ് ഞങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നടൻ കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ തീർച്ചയായും ഒരാളായ ശ്രീ മോഹൻലാൽ. ലാലേട്ടിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ നമ്മളോടൊപ്പം കേരളസ് ഫേവറേറ്റ് ഫിലിം ആക്ടറിന്റെ സ്വന്തം 2 ഗസ്റ്റ് സിബി മലയിൽ സാറും ഭാഗ്യലക്ഷ്മി ചേച്ചിയും ഉണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ ഒരുപാട് വ്യത്യസ്തമായ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഡയറക്ടർ ശ്യാം പ്രസാദ് സാർ ഉണ്ട്. അതോടൊപ്പം വി ഹാവ് ചലച്ചിത്ര അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാൻ, അതുപോലെ ഇപ്പോൾ സൺഡേ ഇന്ത്യൻ ന്യൂസ് പേപ്പറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന, അതോടൊപ്പം ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആയും വർക്ക് ചെയ്യുന്ന ബാബു സാറിനെ സ്വാഗതം ചെയ്യുന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് മറക്കാൻ പറ്റില്ല നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഗസ്റ്റ് ടു മൈ ലെഫ്റ്റ്. അത് മറ്റാരുമല്ല, ദി റെപ്രസെന്റേറ്റീവ്സ് ഓഫ് കോമൺ കേരള. അല്ലെ, കേരളത്തിലെ ജനതയുടെ റെപ്രസെന്റേറ്റീവ്സിൽ ഒരു ബഞ്ചാണ് എന്നോടൊപ്പം ഇവിടെ ഉള്ളത്. അവരുടെ അഭിപ്രായങ്ങളും തീർച്ചയായും നമുക്ക് കണക്കിലെടുക്കണം കേരളസ് ഫേവറേറ്റ് ഫിലിം ആക്ടറിനെ തിരഞ്ഞെടുക്കാൻ. റൈറ്റ്, ഓക്കെ. സോ വ്യൂവേഴ്സ്, ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. മോഹൻലാൽ എന്ന നടനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ബാബു സാറിനോട് ചോദിച്ചോട്ടെ, അമിതാഭിനയം തീരെ ഇല്ലാത്ത ഒരു നടൻ, ഒട്ടും ഓവറായിട്ടല്ലാതെ വളരെ സട്ടിൽ, ദി മാസ്റ്റർ ഓഫ് സട്ടിലിറ്റീസ് എന്ന് പറയാം, വളരെ സട്ടിൽ ആക്ടർ എന്നാണ് എല്ലാവരും മോഹൻലാൽ എന്ന നടനെ വിശേഷിപ്പിക്കുന്നത്. അതൊരു വലിയ കഴിവല്ലേ, കാരണം ഓവർ ആക്ടിങ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരുപാട് ഓവറാക്കി അഭിനയിക്കാൻ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം. പക്ഷെ അതൊട്ടും ഓവറാവാതെ വളരെ മിതത്വത്തോടെ അവതരിപ്പിക്കാൻ പറ്റുന്ന കഴിവുള്ള ഒരു നടൻ. അപ്പം ഈ ഒരു നടന്റെ കഴിവിന്റെ ഒരു റേറ്റിംഗ് ബാബു സാറിന്റെ ഒപ്പീനിയനിൽ എങ്ങനെയാണ്? അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് മോഹൻലാൽ ഭയങ്കര റേഞ്ചുള്ള വളരെ മിടുക്കനായിട്ടുള്ളതാണ്. പക്ഷേ മോഹൻലാലിനെ മുഴുവനായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല മലയാളം സിനിമയ്ക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ കാര്യമല്ല അതുപോലെ തന്നെ. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളാണ്. ഇതിപ്പം അവര് ക്യാരക്ടറല്ല, അവരിപ്പം മോഹൻലാൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഹീസ് ലിവിങ് ദെയർ ആസ് മോഹൻലാൽ, നോട്ട് ആസ് ദാറ്റ് ക്യാരക്ടർ. മനസ്സിലായില്ലേ? ചില സെറ്റ് ഫോർമാറ്റ്സ് വെച്ചിട്ടുണ്ട് മോഹൻലാലിന് മമ്മൂട്ടി ഇങ്ങനെ വേണം ഇങ്ങനെ വേണം. ചില സിനിമകളിൽ മോഹൻലാൽ ഫാൻസിന് ഇത് വേണമെന്നും പറഞ്ഞ് സീൻസ് കയറ്റിയിട്ടുണ്ട്. സോ where do you find time, അല്ലെങ്കിൽ where do you find a film where മോഹൻലാൽ can be that actor? ഇപ്പൊ ലോറൻസ് ഒളിവിയർ, അദ്ദേഹം ഹാംലെറ്റ് എന്ന് പറഞ്ഞ ഷേക്സ്പിയറിന്റെ ക്യാരക്ടർ എടുത്താണ് ഇത്രയും ലോക പ്രശസ്തനായത്. അതുപോലൊരു ചലഞ്ചിങ് സാധനം മോഹൻലാലിന് വന്നിട്ടില്ല. പിന്നെ ഇവരൊക്കെ ചിന്തിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ അമിതാഭ് ബച്ചൻ 5 വർഷം സിനിമയിൽ നിന്ന് മാറിയുന്നു, തിരിച്ചദ്ദേഹം വന്നു ക്യാരക്ടർ റോൾസ് മാത്രം ചെയ്തുകൊണ്ട്. മനസ്സിലായില്ലേ? സോ ദാറ്റ് യു ക്യാൻ ഡു, നമുക്കുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ പൂർണ്ണമായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് നേരെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു റിട്ടയർമെന്റ് ആരും ചോദിച്ചു മമ്മൂട്ടി. They should not retire. I will not say they should retire, but I should say that they should become selective. Okay, fine. Got it. ശ്യാം പ്രസാദ് സർ, ഇപ്പം ഈ ഒരു നടനില് ഒരു സാധാരണ കാര്യം എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് റോൾ കൈകാര്യം ചെയ്താലും ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ് സൂട്ട്സ് ഹിം, അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരത്തിനും അദ്ദേഹത്തിന്റെ ഒരു ഫേഷ്യൽ സ്ട്രക്ചറിനും ഒന്നും സൂട്ട് ചെയ്യുന്നതാണോ അല്ലേ എന്ന ഒരു ഫാക്ടർ ഇല്ലാതെ തന്നെ ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും ആളുകൾക്ക് ഒരു ഇഷ്ടം തോന്നുന്നു ആ ക്യാരക്ടറിനോട്. അപ്പം അതും ഒരു കരിസ്മ അല്ലേ, അല്ലെങ്കിൽ അതും ഒരു ചാമല്ലേ, ഒരു ക്രൗഡ് ബിൽഡിംഗ് ചാമുള്ള ഒരു ആക്ടർ അല്ലേ? വളരെ പ്രതിഭാശാലിയായിട്ടുള്ള നടനാണ് മോഹൻലാൽ. ഒരു ജന്മനാ സിദ്ധി ഉള്ളൊരു നടൻ തന്നെയാണ്. മറ്റേ ഒരു എഫർട്ട് കൂടുതൽ ആവശ്യമില്ലാത്തൊരു നടനാണ്. മോഹൻലാലിന്റെ ഒരു വലിയ ഭാഗ്യവും അദ്ദേഹം ആ അവസരത്തെ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചതും മലയാള സിനിമ ഈ ജയൻ, സോമൻ, സുകുമാരൻ ആ കാലഘട്ടത്തിൻ്റെ ഒക്കെ മാറിയിട്ട് ഈ മോഹൻലാൽ, മമ്മൂട്ടി കാലഘട്ടത്തിലേക്ക് വരികയും കുറേയും കൂടി ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന സിനിമകൾ, ഇപ്പോൾ ഇവരുടെയൊക്കെ സിനിമകൾ കിരീടമായാലും അല്ലെങ്കിൽ ഭരതമായാലും ഗാന്ധിനഗർ പോലുള്ള സിനിമകൾ, സത്യനന്ദിക്കാടിന്റെ സിനിമകളായാലും അതിലെല്ലാം കുറച്ചുകൂടി ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന, നേരത്തെ പറഞ്ഞ സ്വാഭാവികതയും ഒരു അയത്നമായിട്ടുള്ള ലാളിത്യവുമുള്ള അഭിനയശൈലി ആവശ്യപ്പെടുന്നത്, അതിലൂടെ എല്ലാം നല്ലപോലെ അദ്ദേഹത്തിന് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ സട്ടിലിറ്റി, ഡീറ്റെയിലിംഗ് ഇൻ വർക്ക്, കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റ് ഇൻ ദാറ്റ് പ്രോസസ് ഓഫ് ആക്ടിങ്, അതെല്ലാം അദ്ദേഹത്തിന്റെ ഗുണങ്ങളാണ്. തീർച്ചയായും. ഓക്കെ, സിബി സർ, ഇപ്പം ഈ ഒരു നടന്റെ കരിയർ തന്നെ എടുത്ത്, കരിയർ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മോഹൻലാൽ എന്നൊരു നടനോട് ഒരുപാട് സ്നേഹം തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സ് വന്ദനം, ചിത്രം, കിലുക്കം, പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ കിരീടം, ഇതുപോലുള്ള കുറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ എനിക്ക് തോന്നുന്നു മമ്മൂട്ടി സാറിനെ കുറിച്ചുള്ള എപ്പിസോഡിൽ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് ഇസ് എൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഹിയർ ഓൾസോ. ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറും ആ ഒരു മോഹൻലാലിസം, ഇപ്പൊ ബാബു സാർ പറഞ്ഞാൽ മോഹൻലാലിന്റേതായ ഒരു മാനറിസം എല്ലാ ക്യാരക്ടേഴ്സിലും വരുന്നില്ലേ? അപ്പൊ ഒരു ക്യാരക്ടർ അതിൽ നിന്നും മാറി നമ്മൾ
ക്യാരക്ടർ നെയിംസ് നമുക്ക് പലരും ഓർമ്മ നിൽക്കെങ്കിലും ആ ക്യാരക്ടറിനെക്കാട്ടിലും മോഹൻലാൽ എന്ന ഒരാളെയാണോ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഇത് ആദ്യകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച ഈ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ മോഹൻലാൽ കൂടുതലും ക്യാരക്ടേഴ്സായിട്ട് മാറി തന്നെ. ഇപ്പം കിരീടത്തിലെ ഉദാഹരണം പറഞ്ഞ പോലെ വ്യത്യസ്തമാണ്. ദശരഥം എന്ന സിനിമയിൽ, എൻ്റെ തന്നെ സിനിമയിൽ പറയുമ്പോൾ വേറൊരു മോഹൻലാലിനെയാണ് നമ്മൾ കാണുന്നത്. സതയം പറയുന്നത് ഇതൊന്നും അല്ലാത്ത വേറൊരു, ഞാൻ എൻ്റെ സിനിമകൾ പറയുന്നത് പെട്ടെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. പക്ഷേ ഓഫ് ലൈറ്റ് ഇപ്പോൾ ബാബു സാർ പറഞ്ഞ പോലെ തന്നെ ഈ അടുത്ത കാലം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമകളൊക്കെ ചെയ്യുന്നത് മറ്റാർക്കോ വേണ്ടി ചെയ്യുന്ന സിനിമകൾ എന്ന് പറയുന്ന രീതിയിൽ, അതായത് ഫാൻസിനെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യലായിട്ടോ ചില ഇൻട്രസ്റ്റുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിനിമകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒരു ആക്ടറുടെ ഗതികേടാണത്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ബാബു സാർ പറഞ്ഞതുപോലെ ഈ ചില റിയൽ ക്യാരക്ടറായി മാറാതെ മോഹൻലാൽ എന്ന് പറയുന്ന ആളെ നമ്മൾ കൂടുതലായി കാണുന്നത്. പ്രത്യേകിച്ചും ഈ ഓഫ് ലൈറ്റ് ഈ കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾക്കുള്ളിലാണ് അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത്. ഭാഗ്യ ചേച്ചി, ഇപ്പം ശ്യാം പ്രസാദ് സാർ പറയുണ്ടായി എഫേർട്ട് അധികം വേണ്ടാത്ത ഒരു ആക്ടറാണ്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹീസ് ലക്കി ടു ഹാവ് ഇറ്റ്, അല്ലെ, ഒരു ഗോഡ് ഗിവൻ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനെ ആ എഫേർട്ട് എന്നൊരു കാര്യം ഒട്ടും തന്നെ എടുക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ചിലപ്പോൾ വരില്ലേ? കാരണം അദ്ദേഹത്തിനെ ഒന്ന് നോക്കുകയാണെങ്കിൽ തന്നെ പണ്ടത്തതിനെക്കാട്ടിലും ഇപ്പൊ ഒട്ടും ശരീരത്തിലാണെങ്കിലും ആ ഒരു രൂപഭംഗിയിലാണെങ്കിലും ഒന്നും ഒട്ടും ബോധേഡ് അല്ലാത്ത പോലെ ആണ് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ ക്യാരക്ടേഴ്സ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, അങ്ങനെയൊക്കെ ആണെങ്കിലും ക്യാരക്ടേഴ്സ് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് അദ്ദേഹത്തിന്റെ ഭാഗ്യം. പക്ഷെ ആസ് എൻ ആക്ടർ ഹിസ് റെസ്പോൺസിബിലിറ്റി മോർ ടുവേർഡ്സ് ആ എഫേർട്ട് ഇടുക എന്നുള്ളത് കുറച്ചധികം കുറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ഭാഗ്യ ചേച്ചിക്ക്? നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ തുടക്കകാലത്ത് ഇല്ലാതിരുന്ന ഒരു, ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വന്നു തുടങ്ങി ഇപ്പൊ ഈ ഇടക്കാലത്ത്. അത് ഒരു പരിധിവരെ ആർക്കൊക്കെയോ വേണ്ടി, ഒരു പരിധിവരെ നിർമ്മാതാക്കൾക്ക് വേണ്ടിയായിരിക്കാം, ഫാൻസിന് വേണ്ടിയായിരിക്കാം, ഇവർക്കൊക്കെ വേണ്ടി എന്ന് ഒരുപാട് ആക്ഷൻ ഫിലിംസ് ചെയ്തു തുടങ്ങിയോ അന്നാണ് അദ്ദേഹത്തിന്റെ ഇത്തരം ഒരു റിപ്പിറ്റേഷൻ മാനറിസം, റിപ്പിറ്റേഷൻ ഡയലോഗ് റെൻഡറിങ്സ് ഇതൊക്കെ വന്നു തുടങ്ങിയത്. അത്തരം അതേ ലാൽ വളരെ സീരിയസ് ആയിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ ഇതൊന്നും വരുന്നില്ല. പിന്നെ ഒരു ആക്ടർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് തന്നെയാണ് ഫിസിക്കൽ ഒരു കോൺഷ്യസ് എന്ന് പറയുന്നത്. അത് കുറച്ച് ഇടക്കാലത്ത് കൂടി വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കണം. ഇത് നമ്മളുടെ ഒരു പ്രൊഫഷൻ ആണെങ്കിൽ കൂടെ നമ്മളെ കാണുന്ന അല്ലെങ്കിൽ നമ്മളെ ആസ്വദിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരുടെ മുമ്പിൽ നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. തീർച്ചയായും ലാലിനെ പോലൊരു ആക്ടർ നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇതിപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ചില പ്രമുഖരുടെ അഭിപ്രായങ്ങളാണ്. സോ ഇത് മോഹൻലാലിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ്. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് ബാങ് ഓൺ ടു ദി മാർക്കാണ്. ശരിക്കും ഇത് വളരെ സത്യമായ ചില കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് വിലയിരുത്താം. അതായത് ഇപ്പം മോഹൻലാൽ എന്ന നടനെ ഒത്തിരി നമ്മൾ ഇഷ്ടപ്പെട്ട കുറെ സാധാരണ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ യോധയിലെ ക്യാരക്ടർ, അല്ലെങ്കിൽ കിലുക്കത്തിലെ ജോജി, ജോജിയിലെ ക്യാരക്ടർ, ഇതൊക്കെ നമുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട കുറെ ക്യാരക്ടേഴ്സാണ്. പക്ഷെ ദേവാസുരം, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സമയം വല്ലാണ്ട് ആള് ടൈപ്പ് കാസ്റ്റ് ആയിപ്പോയി. ഒരേ ടൈപ്പ് ഫിലിംസ് ചെയ്യുന്നു, പിന്നെ പ്രായത്തിന് യോജിക്കാത്ത രീതിയിലുള്ള വേഷങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് ക്രിറ്റിസിസംസ് വന്ന് കേൾക്കാറുണ്ട്. അപ്പം ഇതിൽ മോഹൻലാൽ ഫാൻസ് ആരൊക്കെയാണ്? ഓക്കെ, ഗുഡ്. അപ്പൊ ബാക്കി കുറച്ച് മമ്മൂട്ടി ഫാൻസ് ആണ്, ബാക്കി എല്ലാവരും ഫാൻസ് അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാർ. ഓക്കെ, സോ ടെൽ മീ, എന്താണ് ഈ ഒരു ക്രിറ്റിസിസത്തിനെ എങ്ങനെയാണ് ഒരു മോഹൻലാൽ ഒരു വെൽവിഷർ എന്ന രീതിയിൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ, ഇവിടെ ബഹുമാനീയരായ ജഡ്ജസ് പറഞ്ഞ എല്ലാ പോയിന്റിനോടും ഞാൻ 100% യോജിക്കുകയാണ്. ഒരു ട്രൂ ലാൽ ഫാൻ എന്നുള്ള നിലയിൽ അലിബായി എന്ന ചിത്രം കാണുമ്പോൾ അത് ഫാൻസിന് വേണ്ടി ചെയ്തെന്നാണ് പറയുന്നത്. ഒരിക്കലും സന്തോഷം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമല്ല ഉണ്ടാവാറ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ വർഷം വരെയുള്ള മലയാളത്തിൽ ഏറ്റവും വലിയ ഹിറ്റായിട്ട് നിൽക്കുന്ന ചൈന ടൗൺ, ആ ഫിലിം ചെയ്യുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് സന്തോഷമല്ല ഉള്ളത്. പക്ഷെ അതിലേറെ സന്തോഷം ഇപ്പോൾ പ്രണയം എന്ന് പറയുന്ന ഒരു ചിത്രം ചെയ്യുമ്പോൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയി ഒരുപാട് പ്രാർത്ഥനയോടെ ഇരിക്കുന്നത് രണ്ടാമൂഴം എന്ന് പറയുന്ന ചിത്രം NT സാറ് തിരക്കഥ എഴുതുന്നു എന്ന് അറിയുമ്പോൾ മുതൽ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതിലെ ഭീമസേനൻ ലാലേട്ടൻ ആവണേ. അതോടുകൂടി സത്യം പറയാലോ, എന്റെ ഒരു വ്യൂ പോയിന്റ് പറയുകയാണ്, അതോടുകൂടി അദ്ദേഹം പറയാണ് ഞാൻ ഇനി 2 വർഷം കഴിഞ്ഞ ചിത്രം ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാലും വിഷമമില്ല. കാരണം ആ ഒരു ക്യാരക്ടർ, അതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം ക്യാരക്ടേഴ്സ് ആണ്. അതുപോലൊരു ക്യാരക്ടർ അദ്ദേഹം ചെയ്യണം എന്നാണ് ആഗ്രഹം. ഞങ്ങളൊക്കെയും ലാൽ ഫാൻ ആയത് ഒരിക്കലും ഒരു നരസിംഹം കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു രാവണപ്രഭു കണ്ടിട്ടോ അല്ല. ഒരു പക്ഷെ ഇതുപോലെയൊക്കെ ചെയ്യുന്ന ഒരു വിജയുണ്ട്,
അജിത്തുണ്ട്, ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പോക്കിരി രാജകളുണ്ട്, ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നുമല്ല. എന്നെ സത്യം പറഞ്ഞാൽ ലാൽ ഫാൻ ആക്കിയത് സിബി സാറിന്റെ തന്നെ കിരീടത്തിലെ ഒരു പാട്ടുണ്ട്, ഇത് കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. ആ ചിത്രത്തിൽ ആ പാർവതിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന സീനിൽ ലാലേട്ടൻ ആ മരത്തിന്റെ ബാക്കിൽ നിന്നോട്, അത് നമുക്ക് കാണുമ്പോൾ അറിയാം എന്ത് തരത്തിലുള്ള വിഷമമാണ് അത്. ആ മുഖം കണ്ടാൽ, ആ ചുണ്ടിന്റെ ആ ചെറുതായിട്ട് ഇവിടെ ഒരു കടി കടിച്ചിട്ട് ആ ഒരു നിപ്പ് കണ്ടാൽ നമുക്കറിയാം എന്ത് തരത്തിലുള്ള വിഷമമാണ്. അതൊരിക്കലും ഒരു അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെറിയ ചോദ്യം. നേരത്തെ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്, പിന്നെ മോഹൻലാലിന്റെ എന്താ പറയാ, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് വാനപ്രസ്ഥം. അസാധ്യമായി അഭിനയിച്ച ഒരു സിനിമയാണ്. നിങ്ങൾ ഫാൻസ് കയറിയിരുന്നെങ്കിൽ ആ പടം ഹിറ്റാവുമായിരുന്നല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത്തരം സിനിമകൾ? അങ്ങനെയുള്ള നല്ല സിനിമകൾ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു? ഒരിക്കലും ഇല്ല മാഡം. ഞാനൊരു കാര്യം പറയട്ടെ മാഡം. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇവിടെ ഹിറ്റായിട്ടുള്ള ഫിലിംസിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് ഫിലിംസ് ലാൽ സാറിന്റെ തന്നെയാണ്, അല്ലാന്ന് ആർക്കും പറയാൻ കഴിയില്ല. തന്മാത്രയായാലും ഭ്രമരമായിരുന്നാലും കീർത്തിചക്ര പോലുള്ള സിനിമയായിരുന്നാലും ക്ലാസ് ഫിലിംസ്. പരദേശി എന്ന് പറയുന്ന പടം 15-20 പേര്, വാനപ്രസ്ഥം 15-20 പേര്, ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു നടൻ ഏറ്റവും സങ്കടം തോന്നുന്ന നിമിഷം. തീർച്ചയായും മാഡം. പക്ഷെ ഞാൻ പറയട്ടല്ലോ, ഒരിക്കലും മാഡം ഈ പറഞ്ഞവരോട് ഞാൻ യോജിക്കില്ല. ആദ്യത്തെ ഷോയ്ക്ക് 15-20 പേരെന്ന ഒന്നുമില്ലെങ്കിലും ഞങ്ങള് ആദ്യത്തെ ഷോയെങ്കിലും ഫുൾ ആയിട്ട് തന്നെയാണ് ചെയ്യാൻ കഴിയൂ. ഈ അടുത്ത് ഞാനൊരു വേറൊരു നടന്റെ, കേരളത്തിന് പുറത്തുള്ള നടന്റെ ഇന്റർവ്യൂ വായിച്ചു. അപ്പൊ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട് പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം 2 രീതിയിലുള്ള സിനിമകളും ചെയ്യാറുണ്ട്. So there are films which I have to do. Okay. Then there are films which I like to do. അത് എല്ലാ നടനും ഉണ്ടോ അങ്ങനെ ഒരു? എല്ലാ നടനും I have to do. എനിക്ക് ജീവിതം ഒരു ജീവൽ സന്ധാരണത്തിന് വേണ്ടി ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനുള്ള നടീനടന്മാർക്ക് നമുക്കത് മനസ്സിലാക്കാം. I have to do this. Okay. But when there is a situation that people expect you to do what you like to do, what we would like to see, then I have to do this എന്നുള്ള എക്സ്ക്യൂസ് ഇതുപോലുള്ള വളരെ പ്രതിഭാധനപരമായിട്ടുള്ള കലാകാരന്മാർക്ക് ആർക്കും യോജിച്ചത്. ഇന്നും എന്തുകൊണ്ട് മോഹൻലാൽ എന്ന നടന്റെ ഒരു ഫിലിം തിയേറ്ററിൽ വരുമ്പോ എല്ലാ കേരള ജനത മുഴുവൻ അതിന്റെ ടിക്കറ്റ് കിട്ടാത്ത രീതിയിൽ ഇന്നും ഫുൾ ആവാറുണ്ട്. അപ്പൊ ഇത്രയധികം ശരീരത്തിനോ അല്ലെങ്കിൽ രൂപഭംഗിയിൽ കെയർ ചെയ്യാത്തൊരു നടനാണ്, പക്ഷെ ഫിലിം സെലക്ഷനിൽ ഐ ഹാവ് ടു ഡു കൈൻഡ് ഓഫ് ഫിലിംസ് കൂടുതൽ ചെയ്യുന്ന ഒരു നടനാണ്. എങ്കിലും എന്തുകൊണ്ട് ഇന്നും ഇത്രയും ഷൈൻ ചെയ്ത് നിൽക്കുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഫസ്റ്റ് ഫേസിലുള്ള ചിത്രങ്ങൾ ഒരു ഉത്തരമല്ലേ? കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം ചെയ്ത ഫിലിംസ് നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞു പോയ കുറെ ക്യാരക്ടേഴ്സ്, കിലുക്കം, യോധ, പിന്നെ കിരീടം, ദേവാസുരം, പിന്നെ ഒരുപാട് ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് ഒത്തിരി ഉണ്ട്. അപ്പം ഈ ഫിലിംസ് ഒക്കെ തന്നെയാണ് വന്ദനം അല്ലെ? ഇതിൽ വന്ദനത്തിലൊക്കെ ആ സീൻസ് പോലും ഇന്നും നമ്മൾ കാണുമ്പോൾ നമ്മൾ എത്രയാണെങ്കിലും ചിരിച്ചു പോകും. അപ്പം ആ ഫിലിംസ് തന്നെയാണോ ഇന്നും മോഹൻലാൽ എന്ന നടനോടുള്ള ഒരു സ്നേഹമായ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്? അത് പുതിയ ക്യാരക്ടേഴ്സ് വരുന്നുണ്ടോ? പഴയ സിനിമകളിലും നമ്മൾ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും 2000-ന് ശേഷം ഇറങ്ങിയ വടക്കുന്നാഥൻ, ഭ്രമരം, തന്മാത്ര, ഇതൊക്കെ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. ഇനി 2000-ന് ശേഷം ലാലേട്ടൻ സെലക്റ്റീവ് അല്ല എന്ന് പറയാം. എന്നിരുന്നാലും എത്ര സിനിമകൾ, പഴയ കാലത്തെ പോലത്തെ എത്ര സിനിമകൾ അല്ലെങ്കിൽ എത്ര സ്ക്രിപ്റ്റുകൾ ലാലേട്ടന്റെ അടുത്ത് എത്തി എന്നതും കൂടി ഒരു ചോദ്യമാണ്. ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ച് ഇവിടുത്തെ ഫിലിം മേക്കേഴ്സ് പലതരത്തിലുള്ള സ്ക്രിപ്റ്റുമായി അപ്രോച്ച് ചെയ്യുമ്പോൾ അങ്ങനത്തെ ചില സിനിമകൾ ഇറങ്ങിയെന്ന് വരാം. പക്ഷേ കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് ഡീക്കേഡ് വെച്ച് നോക്കുമ്പോൾ ആഫ്റ്റർ 2000 വളരെയധികം കുറഞ്ഞ ക്ലാസ് സിനിമകൾ മാത്രമേ പുള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവൂ. പുതിയ പ്രണയം സിനിമയിൽ ലാലേട്ടൻ 70 വയസ്സുകാരന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. 51 വയസ്സാണ് ഇപ്പൊ സാറിന്. 70 കാസനോവ അല്ല, പ്രണയം. ലാലേട്ടന്റെ 70 വയസ്സുകാരന്റെ വേഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള വേഷം ലാൽ സാറിന് കിട്ടിയാൽ തീർച്ചയായിട്ടും ലാലേട്ടനെ അഭിനയിക്കും. അങ്ങനെയുള്ളത് എത്തണം. ഉത്തരം പറഞ്ഞോട്ടെ. വളരെ വാലിഡ് ആയ ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സൂപ്പർ സ്റ്റാർസ് ഓർ മെഗാ സ്റ്റാർസ് whatever we call them, ഇവര് ഇന്ന് മലയാളം ഇൻഡസ്ട്രിയുടെ ഗതി നിർണ്ണയിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. They can choose, they can actually direct the scene of the മലയാളം ഇൻഡസ്ട്രി. അങ്ങനെയുള്ള ആളുകൾ നിരുത്തരവാദമായി പെരുമാറുമ്പോഴാണ് നമുക്ക് വിഷമമുണ്ടാവുന്നത്. അവർക്ക് പല നല്ല പ്രോജക്റ്റുകളും ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്, അല്ലെങ്കിൽ ചീത്ത പ്രോജക്റ്റുകൾ ഉണ്ടാവാതിരിക്കാനുള്ള ശേഷിയുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സൊസൈറ്റി വളരെ ഉയരത്തിലാണ് കാണുന്നത്. അവര് സ്വീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വ ബോധം, ഇത് മോഹൻലാലിനെ പറ്റി മാത്രമല്ല ഞാൻ പറയുന്നത്, പൊതുവെ പല വേദിയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാണിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ, സിനിമാ സ്നേഹികൾ എന്നുള്ള രീതിയിൽ വിഷമമുണ്ടാവുന്നത്. ഞാൻ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. കാരണം
ലാലിനെ പോലെ ഇത്രയും ടാലന്റ്, ഞാൻ ലാലിനെ റേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആക്ടർ എന്നാണ്. അങ്ങനെ ഒരാള് ഇത്തരത്തിൽ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള സെലക്ഷൻ ഓഫ് മൂവീസ്, സെലക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സിനെ നമുക്ക് കിട്ടുമായിരുന്നു ഇല്ലാതായി പോവുകയാണ്. അദ്ദേഹത്തിന്റെ വാല്യുബിൾ ടൈം വേസ്റ്റ് ചെയ്യുന്നു അദ്ദേഹം. നമുക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രേക്ഷകരുടെ ടൈം അല്ല, ഈ ഫാൻസ് ഇവർ പറയുന്നവരെല്ലാം ഈ നല്ല സിനിമകൾ കാണാൻ താല്പര്യമുള്ളവർ തന്നെയാണ്. അവർ പറയുന്നവർ ആദ്യത്തെ ദിവസമേ പടം കാണുന്നുണ്ട്. അപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് ലാൽ ചെയ്താൽ ലാലിന്റെ സിനിമകൾ കാണാൻ ഇവരൊക്കെ തന്നെ വരികയും, ഇവരെ കൂടാതെ ആർഡൻ ലാൽ ഫാൻസ് അല്ലാത്ത സാധാരണ ആൾക്കാരും മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ പെർഫോമൻസ് കാണാൻ വരും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സെലക്ഷൻ ലാൽ ചെയ്തില്ലെങ്കിൽ നഷ്ടം മൊത്തം മലയാളികൾക്കാണ്, മലയാള സിനിമയ്ക്കാണ്. ഓക്കെ, എന്തായാലും മോഹൻലാൽ എന്ന നടന്റെ ചിത്രങ്ങൾ കാണാൻ ഇന്നും ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഇത്രയും എന്താ പറയുക, കുറെ സിനിമകൾ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ അഭിനയിച്ചു എങ്കിൽ പോലും ഇന്നും മോഹൻലാലിന്റെ ഒരു ചിത്രം തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ നമ്മൾ ചെന്നിരിക്കുന്നു, ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ നല്ല സീറ്റൊക്കെ നോക്കിയിരിക്കുന്നു. ദാറ്റ് ഈസ് ബിക്കോസ് നമുക്ക് ആ ഒരു നടനോട് അത്രയധികം സ്നേഹമുള്ളതുകൊണ്ടാണ്, അത്രയും എക്സ്പെക്ടേഷൻസ് നമുക്ക് ആ വാല്യുബിളായ ആക്ടറിൽ നിന്നും ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പം തീർച്ചയായും കേരളാസ് ഫേവറേറ്റ് ഫിലിം ആക്ടറാണിത്, കേരളാസ് ബെസ്റ്റ് ഫിലിം ആക്ടർ അല്ല. അപ്പം നമുക്ക് ഏറ്റവും കഴിവുള്ള നടൻ, അല്ലെങ്കിൽ കേരള ജനതയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള നടൻ, ഏറ്റവും ഫേവറേറ്റ് ആയ ആക്ടർ. അപ്പം ഈ ഒരു നടനെ, കേരളാസ് ഫേവറേറ്റ് ആക്ടറിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ലാലേട്ടനെ കുറിച്ചുള്ള ഒരുപാട് പോസിറ്റീവ്സ് നമ്മൾ പറഞ്ഞു. ലാലേട്ടന്റെ ഫസ്റ്റ് 2000s വരെയുള്ള ഒരുപാട് നല്ല ചിത്രങ്ങൾ, 2000ന് ശേഷമുള്ള ഒരുപിടി നല്ല ചിത്രങ്ങൾ. അപ്പം ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻസും അദ്ദേഹത്തിന് ഒരുപാട് ക്രിറ്റിസിസംസ് ഇപ്പം നമ്മൾ ഈ എപ്പിസോഡിൽ തന്നെ കണ്ടു. എന്തൊക്കെയാണ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ആസ് എ ഹ്യൂമൻ ബീങ്, അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, ആസ് എൻ ആക്ടർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മോഹൻലാൽ ആണ് കേരള ജനതയുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം.